നമ്മൾ കേൾക്കാൻ പോകുന്നത് സ്പീഡ് ആൻഡ് ലവ് എന്ന ചൈനീസ് ഡ്രാമയുടെ 3-ാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്തേക്കൂ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ മുമ്മു അവളുടെ അമ്മേനെ കാണാൻ വന്നിട്ടുണ്ട്. കൂടെ തന്നെ രണ്ടാനച്ഛനും ഉണ്ട്. മുമ്മുനെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത് മറ്റൊന്നുമല്ല, അമ്മ കാനഡയിലോട്ട് പോകാൻ പോവാണ് ഈ രണ്ടാനച്ഛനുമായിട്ട് സെറ്റിൽ ആവാനായിട്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് അവിടെ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ വന്ന് പഠിക്കാനായിട്ടാണ് പറയുന്നത്. എന്നാൽ അവൾക്ക് താല്പര്യമില്ല. അത് അമ്മയോട് പറയുമ്പോൾ അമ്മ ഒരു കാര്യം പറയും, ഇവിടെ ചൈനയിൽ ഒരു വീടുണ്ടല്ലോ, അത് വിൽക്കാനായിട്ട് പോവാണെന്ന്. അവളുടെ പഴയ ഓർമ്മകളൊക്കെ അവിടാണ്, അതൊക്കെ വിറ്റ് കളയാനായിട്ട് പോവാണ് ഈ അമ്മ കാനഡയിലോട്ട് പോകുന്നത് കൊണ്ട് തന്നെ. ഇത് കേൾക്കുന്ന മുമ്മുവിന്റെ ദേഷ്യം വന്നിട്ട് അമ്മയോട് പറയും, നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടാണ് അത് വിൽക്കാനായിട്ട് പോകുന്നത്? ഈ ഒരു മനുഷ്യനെ കണ്ടിട്ടാണോ? ഇയാൾ നിങ്ങളെ എപ്പോൾ കളഞ്ഞിട്ട് പോകുന്നു ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് ഉറപ്പാണോ ഇയാൾ കളഞ്ഞിട്ട് പോകത്തില്ല എന്ന്? ഇതൊക്കെ കേൾക്കുമ്പോൾ ആ ഒരു മനുഷ്യന് വിഷമവും. നിങ്ങൾ സംസാരിച്ചോ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് മാറിപ്പോവും. എന്നാൽ ആ അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. മുമ്മു അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഈ അമ്മയ്ക്ക് വിശ്വാസമുണ്ട് അയാൾ കളഞ്ഞിട്ട് പോകത്തില്ല എന്ന്. എന്തായാലും അയാൾ പോയതിനു ശേഷം മുമ്മു അമ്മേന്റെ അടുത്ത് വന്നിട്ട് ആ വീട് വിൽക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അമ്മ കേൾക്കുന്നില്ല. അമ്മ സംസാരിക്കുന്ന നേരത്ത് ദൂരെയായിട്ട് ജിന്നിനെ കാണുന്നുണ്ട്. ജിന്ന് അമ്മേനെ കണ്ട ഉടനെ അവിടെ നിന്ന് കാർ എടുത്തിട്ട് പോകും. അവൻ അമ്മയോട് സംസാരിക്കാനായിട്ട് താല്പര്യമില്ല. കാരണം അവന്റെ അച്ഛനെ കളഞ്ഞിട്ട് പോയ അമ്മയാണ് ഇവര്. അച്ഛനെ ഉപേക്ഷിച്ചിട്ട് പോയത്. അതുകൊണ്ടാണ് ഇവര് തായ്ലൻഡിലോട്ട് വന്നത്. ഇപ്പൊ ഈ അമ്മയ്ക്ക് മനസ്സിലായി അത് ജിന്നാണെന്ന്. ജിന്നിന് നമ്മൾ നിൽക്കുന്ന സ്ഥലം എങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ അവള് പറഞ്ഞു കൊടുക്കും, അവനാണ് എന്നെ ഇവിടെ കൊണ്ടാക്കിയെന്ന്. എന്നാൽ ഈ അമ്മ പറയും, ഞാൻ നിന്റെ അച്ഛനോട് പറഞ്ഞതല്ലേ അവനുമായിട്ട് നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല എന്ന്. എന്നിട്ട് അയാള് അവനെ തന്നെ പറഞ്ഞു വിട്ടേക്കുന്നു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. അതുപോലെ തന്നെ ഈ അമ്മയാണെങ്കിൽ ജിന്നിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും മുമ്മുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല എന്ന്. ഇവൻ തായ്ലൻഡിൽ വന്നതിന് ശേഷം പണ്ട് മുമ്മു എഴുതുന്ന ലെറ്ററിനൊന്നും ഇവൻ റിപ്ലൈ കൊടുക്കാത്തത് മറ്റൊന്നും കണ്ടല്ല, അത് ഈ അമ്മ പറഞ്ഞത് കൊണ്ടാണ്. അവരുടെ മോളുമായിട്ട് അവൻ ബന്ധപ്പെടാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട്. ഈ അമ്മയ്ക്ക് വേറൊരു പേടി എന്താന്ന് വെച്ചാൽ ആ ഒരു ജിന്നുണ്ടല്ലോ, ജിന്ന് ഇവരുടെ സ്വന്തം മോനൊന്നും അല്ല, പകരം ഇവര് ദത്തെടുത്തതാണ്, എവിടെന്നോ കിട്ടിയ കുട്ടിയാണ്. അതിനർത്ഥം ജിന്നും അതുപോലെ തന്നെ ഈ ഒരു പെൺകുട്ടിയും മുമ്മു ഇല്ലേ, രണ്ടുപേരും സഹോദരി സഹോദരന്മാരല്ല. അവര് ബ്ലഡ് കൊണ്ട് റിലേറ്റഡ് അല്ല, എന്നാൽ ബന്ധം കൊണ്ട് റിലേറ്റഡ് ആണ്. മുമ്മുവിന്റെ അച്ഛന്റെയോ അമ്മയുടെയോ മോനൊന്നും അല്ല അവൻ എവിടെന്നോ കിട്ടിയതാണ്. അതിനർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതൊക്കെ പറയുമ്പോൾ മുമ്മു ആകെ തകർന്ന് നിന്നു പോകുന്നുണ്ട്. ഈ അമ്മയുടെ പേടി മറ്റൊന്നുമല്ല, അവൻ ഒറിജിനലായിട്ട് അവളുടെ ചേട്ടൻ അല്ലാത്തത് കൊണ്ട് തന്നെ ഇവരുടെ ഇടയിൽ ഒരു പ്രണയബന്ധം രൂപപ്പെട്ടാലോ. അതുകൊണ്ടാണ് ഇവർ വളർന്നതിന് ശേഷം അമ്മ അവനോട് പറഞ്ഞത് എവളുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്ന്. അതുപോലെ തന്നെ അവൻ ചെയ്തു. ഇവൾ എഴുതിയ ഓരോ ലെറ്ററിനും അവൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. അവൾക്ക് മനസ്സിലായി അമ്മ പറഞ്ഞത് കൊണ്ടാണ് ഇത്രയും നാള് അവൻ അവളെ കോണ്ടാക്ട് ചെയ്യാതിരുന്നതെന്ന്. അവൾ ആകെ തകർന്ന് അവിടെ നിന്ന് പോകുന്നുണ്ട്. കട്ട് ചെയ്താൽ ജിന്നിനെ കാണിക്കുകയാണെങ്കിൽ അവൻ ഒരു വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട്. അവൻ വർക്ക് ചെയ്യുന്ന വർക്ക്ഷോപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ അവന്റെ വർക്ക്ഷോപ്പ് ആയിരിക്കാം. അവൻ അവിടെ വരുമ്പോൾ ആ ഒരു പ്രൊഫഷണൽ ബോക്സർ ഉണ്ടല്ലോ, അവൻ അവിടെ വന്നിട്ടുണ്ട്. ജിന്നിനോട് എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറയുമ്പോൾ അവൻ കേൾക്കില്ല. എനിക്കിപ്പോ നീയായിട്ട് കളിക്കാനൊന്നും സമയമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് മാറിപ്പോവും. ഇപ്പൊ പ്രൊഫഷണൽ ബോക്സർ അടി ഉണ്ടാക്കാനൊന്നും വന്നേയല്ല, വേറെ എന്തോ ഒരു കാര്യം പറയാൻ വന്നതാണ്, അറിയില്ല എന്താണെന്ന്. ഈ നേരം ഹീറോയിൻ വീട്ടിൽ വന്നിട്ടുണ്ട്. അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം അവിടെ വന്നിട്ട് ഈ അമ്മ പറഞ്ഞ കാര്യങ്ങളും കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളും എല്ലാം ആലോചിച്ചിട്ട് അവിടെ ഈ ബോർഡിൽ എറിഞ്ഞു കളിക്കുന്ന ഒരു നീഡിലുണ്ട്, അതിങ്ങനെ എറിഞ്ഞു കളിക്കും. നല്ല ദേഷ്യത്തിൽ വലിച്ചെറിയുന്നുണ്ട്. അത് ആ ബോർഡിൽ പോയി കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എറിയുമ്പോൾ അവിടെ തന്നെ ഒരു ലെറ്റർ ബോക്സ് ഉണ്ടായിരുന്നു ആ ഒരു ബോർഡിന്റെ പിന്നിലായിട്ട്. അതിൽ നിന്ന് കുറെ അധികം ലെറ്റർ താഴെ വന്ന് വീഴാണ്. അവള് പതിയെ ചെന്നത് എടുത്തു നോക്കും. അത് മറ്റൊന്നല്ല, അവൾ എഴുതിയ ലെറ്റർ എല്ലാം എവൻ വായിച്ചു നോക്കിയിട്ടുണ്ട്. ആ ഒരു ലെറ്ററാണ് അത്. അതുപോലെ തന്നെ അതിന്റെ പിന്നിലായിട്ട് തന്നെ ഇവളുടെ കുഞ്ഞു കുഞ്ഞു ഫോട്ടോകൾ അവൻ വരച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഇവളുടെ ഓരോ പ്രായത്തിൽ അവൾ എഴുതിയ ആ ഒരു ലെറ്ററിന്റെ പിന്നിലായിട്ട് അവളുടെ ഒറിജിനൽ ഏജിന്റെ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഫോട്ടോ വരച്ചു വെച്ചിട്ടുണ്ട്. കുഞ്ഞിലെ എഴുതിയത് ഒരു കുഞ്ഞു ഫോട്ടോ, അതുപോലെ തന്നെ വലുതിലെ എഴുതിയത് വലിയൊരു പെൺകുട്ടിയുടെ ഫോട്ടോ, അങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. അവൾക്ക് മനസ്സിലായി അവളെ പോലെ തന്നെ അവൻ അവളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നാൽ അമ്മ പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന്. അവന് ഇത്രയും നാൾ ഒരു വിങ്ങലിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നതെന്ന്. അവൾ ഇതൊക്കെ അറിഞ്ഞ് ആകെ തകർന്ന് അവിടെ നിന്ന് കരഞ്ഞു പോവുകയാണ്. പിറ്റേ ദിവസം ഹീറോ അവന്റെ വർക്ക്ഷോപ്പിൽ നിന്ന് പണിയെടുക്കുന്നുണ്ട്. പണിയൊക്കെ കഴിഞ്ഞിട്ട് അവൻ അവന്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഒരു മെസ്സേജും വന്നിട്ടില്ല. സാധാരണ മുമ്മു അവന് മെസ്സേജ് അയക്കേണ്ടതാണ്, എന്നാൽ ഇപ്പൊ അയച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷമത്തിലാണ്. അവള് മെസ്സേജ് അയക്കാതെ വന്നപ്പോഴാണ് അവന് വിഷമായി തുടങ്ങിയത്. അതേ നേരം തന്നെ മുമ്മുവിന്റെ അമ്മയും ആ രണ്ടാനച്ഛനും എയർപോർട്ടിന്റെ പുറത്ത് നിൽപ്പുണ്ട്. മുമ്മു വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ. ഇവര് കാനഡയിലോട്ട് പോകാൻ പോവാണ്. അതുകൊണ്ട് തന്നെ മുമ്മുവിനോട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. എന്നാൽ അവള് പോയിട്ടില്ല. പ്ലെയിൻ വരാനായിട്ടുള്ള സമയമായി, അത് എടുക്കാനുള്ള സമയമായി. അതുകൊണ്ട് തന്നെ അച്ഛൻ അമ്മേനെയും വിളിച്ചിട്ട് അവിടെ നിന്ന് പോകും കാനഡയിലോട്ട്. ഈ നേരം മുമ്മു എന്തോ ചെയ്യാന്ന് നോക്കിയാൽ അവൾ ആകെ വിഷമിച്ച് ബെഡ്റൂമിൽ ഇരിപ്പുണ്ട്. അവൾക്ക് അതൊന്നും ഒട്ട് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. ഇത്രയും നാള് അവളും അവളുടെ ചേട്ടനെന്ന് പറയാൻ പറ്റത്തില്ല, ജിന്നുമായിട്ട് കോണ്ടാക്ട് ചെയ്യാത്തതിന്റെ കാരണം അമ്മ തന്നെയാണ്. അവൾ അങ്ങനെ വിഷമിച്ചിരുന്ന് കരയുമ്പോൾ ആ ഒരു കൊച്ചു പെൺകുട്ടി അനീതി കുട്ടിയില്ലേ, അവൾ അങ്ങോട്ട് വരും. എന്നിട്ട് ചേച്ചിയോട് ചോദിക്കും, ചേച്ചി എന്താ വിഷമിച്ചിരുന്ന് കരയുന്നതെന്ന്. എന്നാൽ അവള് പറയും, നിനക്ക് നിന്റെ ചേട്ടൻ എവിടെ പോയെന്ന് അറിയാമോന്ന്. എനിക്കറിയാം ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവള് പോയി എന്തോ ഒരു പേപ്പറിൽ എന്തോ ഒരു അഡ്രസ്സ് എഴുതി കൊണ്ടുവന്ന് അവൾക്ക് കൊടുക്കും. അങ്ങനെ മുമ്മു ആണെങ്കിൽ ആ ഒരു അഡ്രസ്സ് ഫോളോ ചെയ്ത് ആ ഒരു അഡ്രസ്സ് ഉള്ളടുത്ത്
ചെല്ലും. അത് മറ്റെങ്ങുമല്ല, ജിന്നിന്റെ വർക്ക്ഷോപ്പാണ്. അവ സാധാരണ ഈ വർക്ക്ഷോപ്പിലാണെന്ന് അനീതിക്ക് അറിയായിരുന്നു. അങ്ങനെ അനീതിയാണ് ആ ഒരു അഡ്രസ് എഴുതി കൊടുത്തത്. ഇപ്പൊ മൂ വന്ന് നോക്കുമ്പോൾ ജിന്ന് അവന്റെ ജോലിക്കാരെയൊക്കെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞു. അവള് പതിയെ നടക്കുമ്പോൾ തറയിൽ കുറച്ച് സ്പാനർ കിടപ്പുണ്ടായിരുന്നു. അതിനകത്ത് തട്ടി ശബ്ദം ഉണ്ടാക്കും. പയ്യെ അവൻ അടുത്തോട്ട് ചെല്ലുകയാണ്, അവളുടെ അടുത്തോട്ട്. നീ എന്താ തിരിച്ചു പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, ഞാൻ നിന്നോടൊരു കാര്യം പറയാനായിട്ട് മറന്നുപോയി, അതുകൊണ്ടാണ് തിരിച്ചു പോകാത്തതെന്ന്. മറ്റൊന്നുമല്ല, ഹാപ്പി ബർത്ത്ഡേ ആണെന്ന്. അവന്റെ ബർത്ത്ഡേ ആണെന്ന് അവള് അവനോട് ഹാപ്പി ബർത്ത്ഡേ പറയും. ആ നേരം നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. പണ്ട് മുമ്മുവിന്റെ ബർത്ത്ഡേ കുട്ടിക്കാലത്ത് അമ്മയും അച്ഛനും ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ജിന്നു അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ നേരം അമ്മ ചോദിച്ചു ജിന്നിനോട്, നിന്റെ ബർത്ത്ഡേ എന്നാണെന്ന്. എന്നാൽ അവന് ജനിച്ച ദിവസമൊന്നും അറിയത്തില്ല. അത് കേട്ടപ്പോൾ അവന് വിഷമായി. എന്നാൽ ആ അച്ഛൻ ഒരു പാവം മനുഷ്യനാണ്. അയാൾ പറയും, ഇന്ന് മുതൽ അവന്റെ ബർത്ത്ഡേ എന്റെ പെൺകുട്ടിയുടെ കൂടെ തന്നെയാണെന്ന്. രണ്ടുപേരുടെ ബർത്ത്ഡേയും ഒരുമിച്ച് ആഘോഷിച്ചാൽ പോരെ. അതുകൊണ്ട് തന്നെ അവനും ഈ ഒരു ഡേറ്റിലാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് മുമ്മുവിന്റെ ബർത്ത്ഡേ ആണ്. ഇത് മനസ്സിലാക്കിയിട്ട് ജിൻ അവളോട് ഇപ്പം ഹാപ്പി ബർത്ത്ഡേ പറയും. അവളുടെ ബർത്ത്ഡേക്ക് തന്നെയായിരുന്നു എവന്റെ ബർത്ത്ഡേയും ആഘോഷിച്ചിരുന്നത്. അത്രേ ഉള്ളൂ. അവളോട് അവൻ ചോദിക്കും, വല്ലതും കഴിച്ചോന്ന്. ഇന്ന് ബർത്ത്ഡേ ഇല്ലേ, ഞാൻ നിനക്ക് ചെലവ് വരാന്ന് പറഞ്ഞ് അവളെ വിളിച്ചോണ്ട് അവൻ നടന്നു പോകും. അവന്റെ പിന്നാലെ തന്നെ അവളും പോകുന്നുണ്ട്. ആ നേരം അവർ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇവൾക്ക് എങ്ങനെ ഈ അഡ്രസ്സ് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കും, അനീതിയാണ് എഴുതി കൊടുത്തതെന്ന്. പിന്നെ മുമു എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും കരയുന്ന ഒരു പെൺകുട്ടിയാണ്. എപ്പോഴും കരച്ചിൽ വരും. ചെറിയൊരു കാര്യം മതി അവൾക്ക് വിഷമമായിട്ട് കരയും. അതുകൊണ്ട് തന്നെ അവള് നേരത്തെ കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവനുമായിട്ട് സംസാരിച്ചപ്പോൾ വർക്ക്ഷോപ്പിൽ നിന്നിട്ട്. അതെന്തിനാന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് പോലും അറിയത്തില്ല, അത് നിന്നെ കാരണമാണെന്നാണ് പറയുന്നത്. എന്തായാലും ഇവളെ വിളിച്ചുകൊണ്ട് ഒരു ബേക്കറിയിൽ വരുന്നുണ്ട്. ആ ബേക്കറി അടയ്ക്കാനായിട്ട് പോയതാണ്. എങ്ങനെയൊക്കെ തള്ളി തുറന്ന് അകത്തോട്ട് കയറും കേക്ക് വാങ്ങാനായിട്ട്. അവിടെ വന്നിട്ട് അവൾക്ക് ഏത് കേക്ക് വേണമെന്ന് ചോദിക്കുമ്പോൾ അവിടെ സ്ട്രോബെറി പറക്കി വെച്ചേക്കുന്ന കേക്കാണ് അവൾക്ക് വേണ്ടത്. അത് അവൾക്ക് വാങ്ങിച്ചു കൊടുക്കും. വേറെ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുമ്പോൾ അവൾ കുടിക്കാനായിട്ട് ഡ്രിങ്ക്സും കൂടെ വേണമെന്ന് പറയും. അങ്ങനെ അതും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ന് ബർത്ത്ഡേ ആണ്, എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കും. പിന്നെ സ്ട്രോബെറി കേക്ക് എടുക്കാനായിട്ട് കാരണം മറ്റൊന്നുമല്ല, ഇവർ കുട്ടിക്കാലത്ത് സ്ട്രോബെറി കേക്ക് കഴിക്കുമായിരുന്നല്ലോ, അതുകൊണ്ടാണ് അത് എടുത്തേക്കുന്നത്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ ജിന്നിന്റെ ആ കടയിൽ വരും. ആ വർക്ക്ഷോപ്പില് അവിടെ തന്നെ അവനൊരു ബെഡ്റൂം ഉണ്ട്. അവൻ അവിടെയാണ് കിടക്കുന്നത്. ചിലപ്പോൾ ഇത് അവന്റെ വർക്ക്ഷോപ്പ് ആയിരിക്കണം. അതുകൊണ്ടായിരിക്കണമല്ലോ അവന് ഇവിടെ ബെഡ്റൂം ഉള്ളത്. ഇവിടെ വന്നിട്ട് കേക്കൊക്കെ റെഡിയാക്കുകയാണ്. കേക്കിന് ക്യാൻഡിൽ കത്തിച്ച് വയ്ക്കുന്നുണ്ട്. അവളോട് ഊതി അണയ്ക്കാനായിട്ട് പറയും. എന്നാൽ അവള് ചോദിക്കും, നിന്റെ ബർത്ത്ഡേ ഒറിജിനൽ ആയിട്ട് എന്നാണ്. പക്ഷെ അവൻ അറിയത്തില്ല. അവൻ ആകെ അറിയാവുന്നത് മുമുവിന്റെ ബർത്ത്ഡേ മാത്രമാണ്. അത് പറയുമ്പോൾ അവൾക്ക് വിഷമാവും. അവൾ ആദ്യത്തെ ആഗ്രഹമായിട്ട് ഒരു കാര്യം പറയും. മറ്റൊന്നുമല്ല, ജിന്നിന്റെ ബർത്ത്ഡേ എന്നാണെന്ന് അവൾക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയണം. അത് ഉറക്കെ പറയും. രണ്ടാമത്തെ ആഗ്രഹം അവൾ ഉറക്കെ പറയുന്നില്ല. ഉറക്കെ പറഞ്ഞാൽ നടക്കത്തില്ലെന്നാണ്. അതുകൊണ്ട് തന്നെ അവൾ പതിയെ പറയും. മറ്റൊന്നുമല്ല, അവളുടെ രണ്ടാമത്തെ ആഗ്രഹം എന്നും ഈ ഒരു സന്തോഷം നിലനിൽക്കണം. ആരുടെ കൂടെ? എപ്പോഴും ജിന്നിന്റെ കൂടെ തന്നെ അവൾക്ക് കഴിയണം. അതാണ് അവളുടെ ആഗ്രഹം. അതും പറഞ്ഞിട്ട് അവൾ ആ ഒരു ക്യാൻഡിൽ ഊതി അണയ്ക്കുന്നുണ്ട്. അത് ജിന്നിന് അറിയത്തില്ല അവളുടെ രണ്ടാമത്തെ ആഗ്രഹം എന്താണെന്ന്. കാരണം അവള് മനസ്സിലാണ് പറഞ്ഞത്. മനസ്സിൽ പറഞ്ഞാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. അങ്ങനെ കേക്കൊക്കെ മുറിച്ചതിന് ശേഷം ഡ്രിങ്ക്സ് കുടിയാണ്. അവള് ഡ്രിങ്ക്സ് സാധാരണ കുടിക്കാറില്ല. അത് പൊട്ടിക്കണോ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ അവള് പൊട്ടിക്കാൻ പറയും. അങ്ങനെ അവളും കുടിക്കുന്നുണ്ട്. കാരണം അവൻ കൂടെ ഉണ്ടല്ലോ, എന്തെങ്കിലും വന്നാൽ അവൻ കൂടെ നിൽക്കുമെന്ന് അവൾക്കറിയാം. ഇനിയിപ്പോ ബോധം കെട്ട് പോയാലും എടുത്തോണ്ട് പോകാനായിട്ട് അവനുണ്ടല്ലോ. അതുകൊണ്ടാണ് അവൾ കുടിക്കുന്നത്. അവസാനം കുടിച്ച് അവളുടെ ബോധം നഷ്ടപ്പെടുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ വിളിച്ച് പറയാണ്. അവളുടെ അമ്മ ഇപ്പം ഒരാളെ കണ്ടിട്ട് അയാളുടെ കൂടെ പോയില്ലേ അവളെ കളഞ്ഞിട്ട്, ആ കാര്യങ്ങളൊക്കെ പറയാണ്. എന്നാൽ അവൻ സമാധാനപ്പെടുത്തും. സാധാരണ അവളുടെ അമ്മ ഒരാളുടെ കൂടെ പോകുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. പക്ഷെ ഇത്രയും നാൾക്ക് ശേഷം ഒരാളെ കണ്ടുപിടിച്ചില്ലേ, അതിനർത്ഥം അവര് നല്ലൊരാളിനെ തന്നെ ആയിരിക്കും കണ്ടുപിടിച്ചതെന്നാണ്. പക്ഷെ അവരൊരു കാര്യം ചെയ്തു. മറ്റൊന്നുമല്ല, മുമ്മുന്റെ ആദ്യത്തെ അച്ഛനെ അവര് കളഞ്ഞിട്ടാണ് പോയത്. കുറച്ച് കഴിയുമ്പോൾ ജിന്ന് അവളോട് പറയും, ബാ നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാന്ന്. എന്നാൽ അവൾക്ക് പോകാനായിട്ട് താല്പര്യമില്ല. എവന്റെ കൂടെ സമയം എങ്ങനെയെങ്കിലും പങ്കിടണം. പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട്. മഴയാണ്, എനിക്ക് പോകാനായിട്ട് കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ അവൻ നിർബന്ധിക്കുന്നുണ്ട്, ബാ പോവാന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവള് കേൾക്കത്തില്ല. ഒറ്റ രാത്രി ഞാൻ ഇവിടെ കിടന്നോട്ടെന്ന് പറയും. അതുപോലെ തന്നെ അവള് ബോധം കെട്ടതുപോലെ അവിടെ കിടന്നുറങ്ങും. അവന് വേറെ മാർഗ്ഗമില്ല. അതുകൊണ്ട് തന്നെ ഒറ്റ രാത്രി ഇവിടെ കിടന്നു എന്ന് പറയും. അവൻ എന്തോ ഒരു കാര്യം എടുക്കാനായിട്ട് മാറിപ്പോകുമ്പോൾ ഇവള് വയറ് പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്. മറ്റൊന്നല്ല, അവൾക്ക് പീരീഡ്സ് ആയിട്ടുണ്ട്. ആ ഒരു വേദനയിൽ ഇരിക്കുമ്പോൾ അവൻ വന്ന് ചോദിക്കും, എന്താ പറ്റിയത്? ബിയർ കുടിച്ചത് കൊണ്ടാണോ വയറ് വേദന വന്നതെന്ന്. പക്ഷെ ബിയർ കുടിച്ചുകൊണ്ടല്ല, അവന് കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുമല്ല, ഇവളുടെ പാഡില്ല, പാഡ് വാങ്ങാനായിട്ട് പോകണം. അതുകൊണ്ട് തന്നെ ജിൻ അവിടെ നോടും അവൾക്ക് ഒരു പാഡ് വാങ്ങാനായിട്ട്. നേരെ ചെല്ലുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിലാണ്. അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ ആൾക്കാരൊന്നും കയറാറില്ല. ആ ഒരു ലേഡി അവിടെ ഈച്ച അടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അവ കുറെ അധികം പാഡ് എടുക്കുന്നുണ്ട്. ഏതാണ് അവൾ യൂസ് ആക്കുന്നതെന്ന് അവൻ അറിയത്തില്ല. അതുപോലെ തന്നെ ആ ഒരു ലേഡിയിലേക്ക് കൊണ്ടു കൊടുക്കും. ഇവര് കൂടുതൽ പൈസ അവന്റെ വാങ്ങാനായിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അവിടെ തന്നെ കുറച്ച് പ്രൊട്ടക്ഷൻ ഇരിപ്പുണ്ടായിരുന്നു. അതുകൂടെ വാരിയിടും. അതും പീരീഡ്സിന്റെ സമയത്ത്. ഇവർക്ക് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ കിട്ടിയാൽ മതി. ഇവിടെ കച്ചവടമൊന്നും നടക്കാറില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ജിൻ ഇത് അറിയാതെ പൈസയും കൊടുത്തിട്ട് ഓടി അവളുടെ അടുത്ത് ചെല്ലും. ആ ഒരു പാഡൊക്കെ അവൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. എന്തായാലും കുറച്ചു നേരം കഴിഞ്ഞിട്ട് അവൾ കുളിച്ച് റെഡി ആയിട്ട് വരികയാണ്. അവൾ പാന്റ് ഇട്ടില്ല, പകരം ടീഷർട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അവൻ വന്ന് നോക്കുമ്പോൾ അവൾ പാന്റ് ഇട്ടിട്ടില്ല. കുറച്ചു നേരത്തേക്ക് അവനാകെ സ്തംഭിച്ചു പോകുന്നുണ്ട്. എന്നാൽ അവൻ ബോധം തിരിച്ചെടുത്തതിന് ശേഷം അവളോട് പോയി കിടന്ന് ഉറങ്ങാനായിട്ട് പറയും. അതുകൊണ്ട് തന്നെ അവൾ ബെഡിൽ പോയി കിടക്കും. ജിൻ എവിടെ പോവാണെന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ പറയും അവൻ തൊട്ടടുത്ത
തൊട്ടടുത്തൊരു സ്ഥലത്ത് പോയി കിടക്കുവാണെന്ന്. ഇവളുടെ കൂടെ കിടക്കാൻ പറ്റത്തില്ല, കാരണം ഇവള് സ്വന്തം സഹോദരിയൊന്നും അല്ലല്ലോ. രണ്ടുപേർക്കും ചിലപ്പോൾ ഫീലിങ്സ് തോന്നിയേക്കാം. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് മാറിപ്പോവും. കുറച്ചങ്ങോട്ട് നടക്കുമ്പോൾ എന്തോ ഒരു ശബ്ദം കേൾക്കും, എന്തോ ഒരു സാധനം തറയിൽ വീഴുന്നത് പോലെ. പെട്ടെന്ന് തന്നെ അവൻ തിരിഞ്ഞ് നടന്നു ചെന്ന് നോക്കുമ്പോൾ മറ്റൊന്നല്ല, അവള് വയറുവേദന കൊണ്ട് അവിടെ പൊത്തിപ്പിടിച്ച് കിടക്കാണ്. അങ്ങനെ ആ ഒരു വേദനയിൽ എന്തോ തട്ടി തറയിലിട്ടതാണ്. അവൻ വന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. അത് ഗൂഗിൾ നോക്കും. ഗൂഗിൾ നോക്കുന്ന സമയത്ത് വയറ്റിൽ കുറച്ച് ചൂട് കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ അവളുടെ കൈ അവിടെ പിടിച്ചു വെക്കാനായിട്ട് പറയും. അങ്ങനെ അവള് വയറ്റിൽ പിടിച്ചു വെക്കുമ്പോൾ ആശ്വാസം കിട്ടുന്നില്ല, കാരണം അവളുടെ കയ്യിൽ ചൂടില്ല. ഈ ഒരു ഭാഗത്ത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് അവൻ കൈ പിടിച്ചു വെച്ചു കൊടുക്കുകയാണ്. എന്നാൽ അവൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അവളുടെ കൈ മാറ്റിയതിന് ശേഷം അവന്റെ കൈ അവിടെ പിടിച്ചു വെക്കും, വയറിന്റെ ഭാഗത്ത്. എന്നാൽ അവൻ അത് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അവൾ വിടില്ല. അവൻ ആകെ സ്തംഭിച്ച് അവിടെ നിന്ന് പോകും. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. പക്ഷേ അവൻ നല്ലൊരു പയ്യനാണ്. പതിയെ അവിടെ ഇരിക്കുന്ന ഒരു പത്രം എടുത്തിട്ട് അവൾക്ക് വീശി കൊടുക്കും. അവൾ വേദന കൊണ്ട് നല്ല രീതിയിൽ വിയർക്കുന്നുണ്ട്, ഒരുപാട് വേദനിക്കുന്നുണ്ട്. ആ നേരം നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. പണ്ട് ജിന്നിനെ ഇവന്റെ അച്ഛൻ ഒരു സ്ഥലത്തു നിന്നാണ് കിട്ടിയത്. അതായത് ഈ ജിന്നിന്റെ അച്ഛന് ഒരു ആക്സിഡന്റ് സംഭവിച്ച് അച്ഛൻ മരിച്ചുപോയി. ആ അച്ഛന്റെ കൂട്ടുകാരനായിരുന്നു മുമ്മുവിന്റെ അച്ഛൻ. അങ്ങനെ മുമ്മുവിന്റെ അച്ഛനാണ് ജിന്നിനെ എടുത്തുകൊണ്ട് വന്നത്. എന്നാൽ മുമ്മുവിന്റെ അമ്മയ്ക്ക് ഇതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. ഇതിനെ എതിർത്തു. ഇവനെ ഇവിടെ കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല, പറഞ്ഞു വിടുമെന്ന് പറഞ്ഞു. പക്ഷെ ഈ അച്ഛൻ ഒരിക്കലും വിട്ടുകൊടുത്തില്ല, ജിന്നിനെ കൂടെ തന്നെ നിർത്തി. അതുമല്ല, ഈ ജിന്ന് കൊച്ചിലെ നല്ല കുരുത്തക്കേടായിരുന്നു. സ്കൂളിൽ നിന്ന് വിളിച്ച് ചീത്ത പറയും അമ്മേനെ. അമ്മ എന്താ പറയുന്നതെന്ന് അറിയാമോ? അതെന്റെ പയ്യനല്ല, എന്നെ ഇനി ഇങ്ങോട്ട് വിളിക്കാൻ പാടില്ല എന്ന്. ഈ ജിന്നിനെ കൊണ്ടുവന്ന സമയത്ത് അമ്മ പ്രഗ്നന്റ് ആയിരുന്നു. കുറച്ച് നാൾക്ക് ശേഷം അമ്മ ഡെലിവറി ചെയ്തു. അങ്ങനെ കുറച്ച് നാൾക്ക് ശേഷം അമ്മ ഫോൺ വിളിക്കുമ്പോൾ കുട്ടി നല്ല രീതിയിൽ കരയുന്നുണ്ട്. അന്നേരം ആ കുട്ടിക്ക് പാല് കൊടുക്കുന്നത് മറ്റാരുമല്ല, ജിന്ന് തന്നെയാണ്. അവൻ സ്വന്തം അനിയത്തിനെ പോലെ നോക്കിയ കുട്ടി തന്നെയാണ്. ആ ഒരു അനിയത്തിനെ പോലെ കണ്ട കുട്ടിയാണ് ഇപ്പൊ അവനോട് ഇഷ്ടം ചോദിച്ചു വന്നേക്കുന്നത്. ചോദിച്ചിട്ടില്ല, കുറച്ചുകൂടെ കഴിയുമ്പോൾ ചോദിക്കും. അതുപോലെ തന്നെ ഈ അമ്മയാണെങ്കിൽ ഒരു ലേഡീനെ വിളിച്ചിട്ട് ജിന്നിനെ പണ്ട് വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ആര്? മുമ്മുന്റെ അമ്മ. കാരണം ജിന്നിനെ കാരണമാണ് മുമ്മു സംസാരിക്കാൻ വൈകുന്നതെന്ന് ഇവർക്കൊരു പേടിയുണ്ടായിരുന്നു. മുമ്മു 2 വയസ്സായിട്ട് സംസാരിച്ചിട്ടില്ലായിരുന്നു. അതിന് കാരണം ജിന്നാണെന്നാണ്, ജിന്നിന്റെ ഈ ഒരു ഭാഗ്യക്കേടാണെന്നാണ് അവര് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ലേഡീനെ വിളിച്ചു, അതായത് ജിന്നിന്റെ ടീച്ചറിനെ വിളിച്ച് അവനെ എവിടോ സ്റ്റേ ചെയ്ത് പഠിപ്പിക്കാനായിട്ട് ഇവര് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടീച്ചർ വിളിച്ചോണ്ട് പോകാൻ നേരത്ത് മുമ്മു ഓടിക്കൊണ്ട് വന്ന് ചേട്ടാന്ന് വിളിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ചേട്ടാന്നാണ് പറഞ്ഞത്. ആ കാര്യങ്ങളൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. പിറ്റേ ദിവസം തന്നെ ജിന്ന് ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ആഹാരം റെഡിയാക്കാണ് അവൾക്ക് കൊടുക്കാനായിട്ട്. ആ നേരം അവന്റെ വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന അവിടുത്തെ ഒരു എംപ്ലോയി വരുന്നുണ്ട്. അവൻ വന്ന് ബഹളമൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. എന്നാൽ ജിന്ന് പറയും ബഹളമൊന്നും വെക്കാൻ പാടില്ല, അകത്തൊരാൾ കിടന്നുറങ്ങുന്നുണ്ട്. എന്നാൽ ആരാ ഉറങ്ങുന്നതെന്ന് പറയുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ വേറൊരു ജോലിക്കാരനോട് അങ്ങോട്ട് വരും. അവനും ബഹളം വെച്ചിട്ടാണ് വരുന്നത്. പെട്ടെന്ന് തന്നെ ഈ ഒരുത്തം വന്ന് അവന്റെ വായിൽ പിടിയും. എന്നിട്ട് പറയും അകത്ത് ആരോ കിടന്നുറങ്ങുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ബഹളം വെക്കാൻ പാടില്ല എന്ന്. ഇവർക്ക് രണ്ടുപേർക്കും ഡൗട്ട് ഏതൊരു പെൺകുട്ടിയാണെന്നാണ്. ഇനിയിപ്പോ അത് സ്നേഹി ആണെങ്കിലോ? കഴിഞ്ഞ തവണ സ്നേഹി ഇവിടെ വന്നിട്ട് സ്നേഹി അതുപോലെ കട്ടിൽ കയറി കിടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ജിന്ന് എന്താ ചെയ്തതെന്ന് അറിയാമോ? അവളെ തൂക്കി പിടിച്ച് പുറത്താക്കി. അവന് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ അതൊരു പെണ്ണായിരിക്കത്തില്ല എന്ന് അവര് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അതൊരു പെണ്ണാണ്. ഏകദേശം ഒരു 12 മണിയാകുമ്പോൾ മുമ്മു ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുന്നുണ്ട്. അവള് വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? അമ്മ രണ്ടുപേരും കൂടെ ഒരു കാറ് ശരിയാക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അമ്മമാർക്ക് കറക്റ്റ് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അമ്മമാർക്ക് പ്രശ്നം എന്താണെന്ന് അറിയത്തില്ല. അതറിയാതെ കാറിന്റെ ചുറ്റും അങ്ങനെ ഓടി നടക്കാണ്. പക്ഷെ ഇവൾ ആരും കാണാതെ ആ കാറിന്റെ ബോണറ്റിൽ വന്നിട്ട് എന്തോ ഒരു ഡിവൈസ് ഊതിയിട്ട് അതിനെ വീണ്ടും കണക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കാർ സ്റ്റാർട്ട് ആക്കുമ്പോൾ അത് സ്റ്റാർട്ട് ആവുന്നുണ്ട്. എന്നാൽ യവന്മാർക്ക് മനസ്സിലാവുന്നില്ല. യവന്മാർ ആ പെൺകുട്ടിനെ കണ്ടിട്ടില്ലായിരുന്നു. അവള് കാറിന്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് അവന്മാരെ പരിചയപ്പെടുത്തും. എന്റെ പേര് മുമു എന്നാണ്, ഞാൻ ജിന്നിന്റെ അനിയത്തിയാണെന്ന്. എന്നാൽ യവന്മാരുടെ ശ്രദ്ധ മൊത്തം അവളുടെ കാലിലാണ്. അവള് പാന്റ് ഇട്ടിട്ടില്ല. ഇത് ജിന്ന് കാണുന്നുണ്ട്. ജിന്ന് ഓടി വന്ന് അവളുടെ മുമ്പിൽ നിൽക്കും. എന്താടാ നീയൊക്കെ നോക്കുന്നത്? പോയി പണി നോക്കണമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് അവന്മാർ പണി നോക്കാനായിട്ട് പറയും. അതുപോലെ തന്നെ മുമ്മുവിനോട് പോയി പാന്റ് ഇട്ടിട്ട് വരാനായിട്ട് പറയും. എന്തായാലും അവള് പോയി പാന്റ് ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി വരും. ആ നേരം കൊണ്ട് ജിന്ന് ഫുഡൊക്കെ കുക്ക് ചെയ്തു. അതുമല്ല അവൾക്ക് പച്ചക്കറിയൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ക്യാരറ്റ് ഇടണ്ട, ഉള്ളി ഇടണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ശരീരത്തിന് ഒരുപാട് നല്ലതാണ്. അതുകൊണ്ട് തന്നെ അവൻ ആ ക്യാരറ്റൊക്കെ ഇട്ടിട്ടാണ് അവൾക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവൾക്ക് പാചകം അറിയത്തില്ല. പക്ഷേ ഹീറോയ്ക്ക് പാചകം അറിയാം. ജിന്ന് നിനക്ക് പാചകം അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അവള് കള്ളം പറയും പാചകം അറിയാന്ന്. ആ നേരം അവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? എണ്ണയിൽ എന്തോ കോരിയിട്ട് വറക്കുന്നുണ്ട്. അത് കണ്ടിട്ട് അവള് പേടിച്ച് മാറിപ്പോവും. അതിനർത്ഥം അവൾക്ക് പാചകം അറിയത്തില്ലെന്നാണ്. ഇപ്പൊ അവളുടെ പ്രശ്നം വേറൊന്നുമല്ല, അവൾക്ക് കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കണം. അവൾക്ക് പോകാനായിട്ട് സ്ഥലമില്ല. അതുകൊണ്ട് തന്നെ ഒരു ദിവസം കൂടെ എന്നെ ഇവിടെ നിർത്തൂ, ഒരു 3 ദിവസം നിർത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവന്റെ പിന്നാലെ നടക്കുന്നുണ്ട്. എന്നാൽ അവൻ കേൾക്കുന്നില്ല. അതുമല്ല ഇവളിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ അവൻ പതിയെ അവളുടെ അടുത്തോട്ട് വന്നിട്ട് അവിടെ ഇരിക്കുന്ന എന്തോ ഒരു കപ്പ് എടുക്കും. അതും ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട്. എന്നിട്ട് അവളോട് പറയും എന്തായാലും ഞാൻ നിന്നെ ഇവിടെ നിർത്തത്തില്ല, കാരണം ഞാൻ നിന്നെ ഒറ്റ രാത്രി ഇവിടെ നിർത്തത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തിരിച്ചു പൊയ്ക്കോണമെന്ന് പറയുമ്പോൾ അവള് കേൾക്കില്ല. അവൾക്ക് കഴിക്കാനായിട്ട് ആ ഒരു ചോറ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ അവൾ ഈ ചോറ് കഴിക്കുന്ന സമയത്ത് അതിനകത്തുള്ള പച്ചക്കറികൾ പറക്കി മാറ്റും അവനറിയാതെ. എന്നാൽ അവൻ വന്ന് നോക്കുമ്പോൾ ഇത് തൂക്കും. അതുകൊണ്ട് തന്നെ അവൻ നോക്കി നിൽക്കുമ്പോൾ അവൾക്ക് വേറെ വഴിയില്ലാതെ അവൾ കഴിയും. പക്ഷെ അവൾക്ക് ഇതൊക്കെ ഇഷ്ടമാണ് അവൻ ഇങ്ങനെ ചെയ്യുന്നത്. അതായത് എന്താ പറയാ, അവൾ
അവളെ നോക്കാനായിട്ട് ഒരാളില്ലേ, അതിന്റെ ഒരു സന്തോഷത്തിലാണ് അവള്. അന്ന് രാത്രി തന്നെ ആ ഒരു ഫൈറ്റിംഗ് ക്ലബ്ബില് ആ ഒരു ഓണറിനെ കാണാനായിട്ട് അവന്റെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. എന്നിട്ട് ഒരു ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും. അവനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല, അവന്റെ മുഖം നമുക്ക് കിട്ടിയിട്ടില്ല എന്ന്. അതെന്താ സംഭവം നമ്മളെ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ രാത്രി ഈ ഒരു ഓണർ കാർ ഓടിച്ചു പോയിട്ടുണ്ടായിരുന്നു, അതും ആരും ഇല്ലാത്തൊരു സ്ട്രീറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു മൗണ്ടനിലെ നല്ലൊരു റോഡാണ്. അങ്ങനെ വണ്ടി ഓടിച്ചു പോയ സമയത്ത് അവനുമായിട്ട് വേറൊരു കാർ റേസ് ചെയ്തു, ഒരു തൊപ്പി വെച്ച ഒരു മനുഷ്യൻ. പക്ഷെ അത് സാധാരണ ഒരു കാറല്ല, നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു സൂപ്പർ കാർ ആയിരുന്നു. സൂപ്പർ കാർ എന്ന് പറയാൻ പറ്റത്തില്ല, റേസിംഗ് കാർ ആയിരുന്നു. അങ്ങനെ ആ റേസിംഗിൽ ആ ഒരു മനുഷ്യനാണ് ജയിച്ചത്, ആ ഒരു കറുത്ത കാറുള്ള മനുഷ്യൻ. ഹീറോന്റെ കാറ് പോലുണ്ട്, എന്നാൽ അത് ഹീറോ ആണെന്ന് നമുക്കറിയില്ല. ആ കാറിനൊരു പ്രത്യേകതയുണ്ട്, അതിന്റെ ശബ്ദം കേട്ടാൽ തന്നെ അറിയാം അതിന് എന്തൊക്കെയും മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അതുമല്ലാതെ അത്രയും പവർഫുൾ ആയിട്ടുള്ള കാറാണ്, അത്ര ഈസി ആയിട്ട് ഓവർടേക്ക് ചെയ്യാനായിട്ടൊക്കെ കഴിയുന്നുണ്ട്. ഇതെല്ലാം കാരണം ഓണറിന് ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു അത് ആരായിരുന്നെന്ന്. ഇപ്പൊ പ്രസന്റിലോട്ട് വന്നാൽ അത് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ തന്നെ ആ ഒരു ശബ്ദം കേൾക്കുന്ന, അതായത് അത്രയും മോഡിഫൈ ചെയ്തിട്ടുള്ള കാറുകൾ ഏകദേശം 5 പേർക്കേ ഉള്ളൂ അവരുടെ ആ ഒരു പ്രദേശം എന്ന് പറയാൻ പറ്റത്തില്ല, ആ ഒരു രാജ്യത്ത് തന്നെ. രാജ്യമല്ലെന്ന് തോന്നുന്നു, ഏതോ ഈസ്റ്റ് വെസ്റ്റോ മറ്റോ ആണ്, നമ്മളെ കേരളം പോലെയൊക്കെ ഇല്ലേ, അതേപോലെ തന്നെ. അപ്പൊ ഇതാരാണെന്ന് അറിയത്തില്ല, അതുകൊണ്ട് തന്നെ അവരെ കണ്ടുപിടിക്കണമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു സ്ഥലത്ത് അന്വേഷിച്ചിട്ട് ഏതൊക്കെ വണ്ടി കണ്ടോ, ഏതൊക്കെ മോഡിഫൈ ആയിട്ടുള്ള വണ്ടി കണ്ടോ, അതിന്റെ ബോണറ്റ് തുറന്ന് നോക്കി പരിശോധിച്ചാൽ മതി. ഇങ്ങനൊരു ശബ്ദം കേൾക്കണമെങ്കിൽ അതിനകത്ത് എന്തോ ഒരു ഡിവൈസ് ഘടിപ്പിച്ചിട്ടുണ്ട്, അതായത് അതിന് എയർ ഇൻടേക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തോ ഒരു സംഭവം. ചിലപ്പോ ടെർബോ ആയിരിക്കാം, പക്ഷെ ടെർബോ അല്ല, വേറെ എന്തോ ഒരു പേരാണ് പറയുന്നത്, അറിയില്ല. തൽക്കാലത്തേക്ക് ഇത്ര അറിഞ്ഞാൽ മതി, എന്തോ ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു കാർ. അത് കണ്ടുപിടിക്കാനായിട്ട് അതിന്റെ ബോണറ്റ് തുറന്ന് നോക്കിയാൽ മതി. അത് ഈ ഒരു ഓണർ പറയുന്നുണ്ട്, ഏതൊക്കെ കാറുണ്ടോ അതെല്ലാം പരിശോധിച്ച് കണ്ടുപിടിക്കണമെന്ന്. ഇപ്പൊ അത് കണ്ടുപിടിക്കുന്ന എന്തിനാണെന്ന് അറിയാൻ പാടില്ല, അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം. എന്തായാലും ഇതും കാണിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് കാണുന്നത് വരെ ഓക്കെ, ബൈ.